ഹായ് ഓൾ. അപ്പോൾ IT ഉദ്യോഗാർത്ഥികൾക്കായിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ BEML ലിമിറ്റഡിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഏകദേശം 300-ലധികം വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ITI ഫിറ്റർ, ടർണർ, വെൽഡർ, മെഷീനിസ്റ്റ്, അതേപോലെ ഇലക്ട്രീഷ്യൻ തുടങ്ങിയ ട്രേഡുകളിലേക്ക് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങളുടെ ട്രേഡിൽ നിങ്ങൾക്ക് ഒരു 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ NTC അതേപോലെ തന്നെ NLC സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷനായിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഫിറ്ററിന് 127 വേക്കൻസീസ്, ടർണറിന് 93, വെൽഡറിന് 44, മെഷീനിസ്റ്റിന് 40, ഇലക്ട്രീഷ്യന് 58. ഇങ്ങനെയാണ് വേക്കൻസീസിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. ഫിറ്റർ ട്രേഡിനാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത്, 127 വേക്കൻസി. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ജനറലിന് 29, SC STക്ക് 34, OBCക്ക് 32. ഇങ്ങനെയാണ് ഏജ് ലിമിറ്റിൻ്റെ ഇത് പോകുന്നത്. ഇത് 4 വർഷത്തേക്കുള്ളൊരു കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അത് SC ST PWD കാറ്റഗറിയിലുള്ളവർക്ക് ഫീ പേയ്മെന്റിന്റെ ആവശ്യമില്ല. ബാക്കിയുള്ള കാറ്റഗറിക്ക്, അതായത് ജനറൽ, EWS, OBC കാറ്റഗറിക്കാണ് ഈ ഫീ പേയ്മെന്റ് ബാധകമായിട്ടുള്ളത്. ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് വരുന്നത് റിട്ടൺ ടെസ്റ്റിലൂടെയാണ്. ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ ഓഫ് റിട്ടൺ ടെസ്റ്റ് വിൽ ബി ഇൻറ്റിമേറ്റഡ് ഓൺലി ഓൺ BEML കരിയർ പേജ്. അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡേറ്റും ടൈമും വെന്യൂ ഒക്കെ നിങ്ങളെ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിട്ടൺ ടെസ്റ്റിലേക്ക് വരുമ്പോൾ 2 മണിക്കൂറാണ് ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 3 പാർട്ടായിട്ടാണ്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ്സിൽ നിന്നും, പാർട്ട് 2-ൽ 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആൻഡ് റീസണിങ്, പാർട്ട് 3-ൽ വരുന്നത് 60 ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങളുടെ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്കാണ്. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പം അത് നിങ്ങൾക്ക് നല്ലൊരു ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. നെഗറ്റീവ് മാർക്കിങ് ഈ ഒരു എക്സാമിനില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മാർക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് ആവുന്നവർക്ക് 4 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്. മാക്സിമം 4 years ആണ് അവർ പറയുന്ന കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് ഇതിൻ്റെ രജിസ്ട്രേഷൻ, നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നതൊക്കെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിലൂടെ തന്നെയാണ്. അപ്പം ഈ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിനനുസരിച്ചുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 10/7/2026 ആണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പോസ്റ്റ് മിസ്സാക്കാതിരിക്കുക. IT ഉദ്യോഗാർത്ഥികൾക്ക് വന്നിട്ടുള്ള നല്ലൊരു അവസരം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ്സാക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.